ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും നമ്മളെ ക്രിസ്തുവിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിനുമുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് വീണ്ടും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അനുസരണയെക്കുറിച്ചിട്ടാണ്. നമ്മളൊന്ന് ശമൂവേൽ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അനുസരണയെക്കുറിച്ചിട്ട് ഉള്ളൊരു വചനമാണ്. ആ വചനവാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കാം. അതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. 1 ശമൂവേൽ 15:22 മുതലാണ്. ശമൂവേൽ പറഞ്ഞു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ അനുസരിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ഒരു കാര്യം. നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ, തിരഞ്ഞെടുക്കപ്പെട്ടവരാ, വേർതിരിക്കപ്പെട്ടവരാ. നമ്മൾ ദൈവത്താലുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിൽ അനുഭവിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ, വേർതിരിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവേശുവിൽ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ യോഗ്യരാണ്. അതിന് ക്രിസ്തുവിൽ നമ്മളെ പ്രാപ്തനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് കാര്യമാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടിട്ടാണ് ഈ വാക്യം നമ്മളിപ്പോൾ ഈ വായിച്ചത്. പഴയ നിയമത്തിൽ നിന്നാണ് വായിച്ചതെങ്കിൽ ഇനി നമുക്ക് പുതിയ നിയമത്തിൽ നിന്നും അനുസരണയെക്കുറിച്ചിട്ടുള്ള ഒരു വാക്യം നമുക്ക് വായിക്കാം. അത് നമ്മൾ കാണുന്നത് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2:5 മുതൽ ഒരു അനുസരണയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് എഴുതി തന്നിരിക്കുന്ന വചനവാക്യങ്ങളാണ്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ഈ അനുസരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു പിതാവിനെ ക്രൂശില മരണത്തോളം അനുസരിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:5 മുതലാണ് ഞാൻ വായിക്കുന്നത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അനുസരണയുടെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ റോൾ മോഡലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിനെ തന്നെയാണ്. ഇവിടെ എൻ്റെ 5-ാം വാക്യം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് കണ്ട, ഇവിടെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണമാണ്. നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ക്രിസ്തുവേശുവിലുള്ള ഭാവമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടതെന്ന്. അതിൻ്റെ 5-ന്റെ ആദ്യമേ തന്നെ യേശു കർത്താവ് പറയുകയാണ്. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് അനുസരണയെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുസരണ എത്രത്തോളം ദൈവത്തിന് പ്രസാദമാണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഇവിടെ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ കാണിച്ച അനുസരണ എത്ര വലുതായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ട് ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കണ്ടാ, നമ്മൾക്കുണ്ടാകേണ്ടത് ക്രിസ്തുവേശുവിലുള്ള ഭാവമാണ്. ഈ ഭാവം എന്താണ്? ഈ യേശു എത്രമാത്രം പിതാവിനെ അനുസരിച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടായിരുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. കണ്ട, അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യുന്നവനത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ യേശു പറയുകയാണ്,
എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. അപ്പം നമ്മൾ എത്രമാത്രം ക്രിസ്തുവിൻ്റെ വചനം കേട്ട് അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എത്രമാത്രം നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കൃപയാൽ നമ്മൾ പ്രവേശിച്ചിട്ട് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിനേക്കാളും വലിയൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടോ? ഇല്ല. യേശുവിനെ പിതാവ് അയച്ചത് ദൈവപുത്രനായിട്ടല്ല ഈ ഭൂമിയിലേക്ക് യേശുവിനെ അയച്ചത്, മനുഷ്യനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. കാരണം മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരയാഗമാണ് യേശു നിർവഹിക്കേണ്ടത്. അതാണ് യേശുവിനെ കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം. അതിനാണ് യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ, ആ രൂപം അതായത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. കണ്ട, ഹല്ലേലൂയ, സ്തോത്രം. യേശു ദാസരൂപം എടുത്തു. അത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി. കണ്ട, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. കണ്ട, ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിലും മരണത്തോളം തന്നെ അനുസരണയുള്ളവനായിത്തീരുന്നു. ക്രൂശിലും മരണത്തോളം തന്നെ പിതാവായ ദൈവത്തെ യേശു അനുസരിച്ചു. കാരണം എന്താ? പിതാവിൻ്റെ ഹിതം. യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ജീവിച്ച് മനുഷ്യരാശി ചെയ്ത പാപത്തിൻ്റെ പരിഹാര യാഗമായി തന്നെ യാഗമായി അർപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിയെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു യേശുവിനെ കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഉദ്ദേശം അതായിരുന്നു. ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിലെ ഉത്തരവാദിത്തം. അത് നിർവഹിച്ചു. അതിനായിട്ട് യേശു ചെയ്തത് എന്താ? യേശു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു ഭാവം നിങ്ങളിലും ഉണ്ടാകണമെന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചെന്നാൽ ദൈവത്തെ നമ്മൾ, യേശു കർത്താവ് ദൈവത്തെ എത്രമാത്രം അനുസരിച്ചുവോ അതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ അനുസരണമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾ ക്രിസ്തുയേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നവിടെ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പം യേശു തന്നെയാണ് പിതാവിൻ്റെ സന്നിധിയിൽ, യേശു തന്നെയാണ് നമുക്ക് റോൾ മോഡലായി നിൽക്കുന്നത്. യേശു പിതാവിനെ എത്രത്തോളം അനുസരിച്ചുവോ അതുപോലെ നമ്മൾ പിതാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ ഈ കൽപ്പനകളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. മണ്ണിൽ ഭവനം പണിത നമ്മൾ വായിക്കുന്നുണ്ട്. അത് കാറ്റടിച്ചു തിരമാല വന്നു കയറിയപ്പോൾ അത് എടുക്കപ്പെട്ടു, അത് നിലനിന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ നമ്മുടെ ആത്മീയ ജീവിതം നിത്യജീവനെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കണം. അതല്ല ക്രിസ്തുയേശു മുഖാന്തരം ഈ ഭൂമിയിൽ കുറേ ഭൗതിക നന്മകളെ പ്രാപിച്ച് ആ ഭൗതിക നന്മകളെ അനുഭവിച്ച് ജീവിച്ച് അതിൽ നമ്മൾ ഉല്ലസിച്ച് ജീവിച്ച് അതിൽ സന്തോഷിച്ച് ജീവിച്ചു പോകുന്ന ഒരു ഉദ്ദേശവും ലക്ഷ്യവുമായിരിക്കരുത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനായിരിക്കണം. അതിനെ നമ്മളെ പ്രാപ്തനാക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് അവിടെ പറഞ്ഞത്. ഇത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കണമെങ്കിൽ ഈ നിലവാരത്തിൽ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവസന്നിധി നമ്മൾ അനുസരണയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആധികാരികമായ ലക്ഷ്യം. ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിന് റോൾ മോഡലായിട്ട് മാതൃകയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിനെ തന്നെയാണ്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. കണ്ട, ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചു യേശു. ആ ക്രൂശിലൂടെയുള്ള സഹനങ്ങളും പീഡകളും എല്ലാം യേശു അനുഭവിച്ചു. നമ്മൾക്കും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ഈ ഉപദേശപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജഡത്തിലൊരു കഷ്ടമുണ്ട്. ജഡത്തിൽ നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. കാരണം ജഡത്തിൻ്റെ ഇച്ഛകളെ മോഹങ്ങളെ എല്ലാം നമ്മൾ പലപ്പോഴും നമ്മൾ വചനപ്രകാരം നമ്മൾ നിയന്ത്രിക്കേണ്ടതായി വരും. ആ കഷ്ടതയാണ് കേട്ടോ നമുക്കുള്ളത്. ഈ കഷ്ടത നമുക്കുണ്ട്.
ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ നമ്മുടെ ജഡത്തിൽ നമുക്കൊരു ഈ മേഖലയിൽ ദൈവവചനം അനുസരിക്കുമ്പോഴുള്ള കഷ്ടതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ യേശു അനുസരണയുള്ളവനായിത്തീർന്നു. ക്രൂശിലെ മരണത്തോളം തന്നെ യേശു അനുസരണയുള്ളവനായിത്തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നമ്മളൊരു കാര്യം അറിയണം, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് കാര്യമാണ്. നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വിടുതലുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം പറയുമ്പോൾ ദൈവപ്രവൃത്തികൾ നടക്കുന്നു, രോഗികൾ സൗഖ്യമാവുന്നു, ഭൂതങ്ങൾ വിട്ടോടുന്നു, അങ്ങനെ പല ദൈവപ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടിട്ടാണ് ഈ നാമം ഉച്ചരിക്കുമ്പോൾ, ഈ നാമം പറയുമ്പോൾ ഈ ഭൂതശക്തികൾ അഴിയുന്നത്, രോഗബന്ധനങ്ങൾ അഴിയുന്നത്, പിശാചി കെട്ടിയ കെട്ടുകൾ അഴിയുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ നിവൃത്തിയാണ്. അതുകൊണ്ടോ? ഇത് നമ്മൾ നോക്കണം. യേശു പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചത് കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമം യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനെ ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയണം, യേശുവിൻ്റെ നാമത്തിങ്കൽ ഇന്ന് നമുക്ക് നമ്മുടെ സഭകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ നടക്കുന്നതിൻ്റെ കാരണം യേശു പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചതുകൊണ്ടാണ്. യേശു പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചപ്പോൾ എന്ത് നടന്നു? മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് നടന്നു. എന്നിട്ടെന്നാൽ യേശു ക്രിസ്തുവായിത്തീർന്നു, യേശു വീണ്ടെടുപ്പുകാരനായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവായതുകൊണ്ടിട്ടാണ് ആ നാമത്തിൻ്റെ മുന്നിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുട്ടുമടങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇത് പറയുമ്പോഴും നമുക്കൊരു വെളിപ്പാടുണ്ടായിരിക്കണം. യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം യേശു പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചത് കൊണ്ടാണ്. യേശു പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തുവായിത്തീർന്നു. യേശു പിതാവിനെ അനുസരിച്ചപ്പോൾ തൻ്റെ ജീവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായപ്പോൾ തൻ്റെ ജീവൻ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി മറുവിലയായി ക്രൂശിൽ സമർപ്പിക്കപ്പെട്ടു. എന്നാൽ യേശു മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് നടത്തി. യേശു ക്രിസ്തുവായിത്തീർന്നു. യേശു ക്രിസ്തുവായതുകൊണ്ടിട്ടാണ് ആ നാമത്തിൻ്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുട്ടുമടങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ആ നാമത്തിൻ്റെ മുമ്പിൽ പൈശാചിക മണ്ഡലങ്ങൾ മുട്ടുമടക്കാനുള്ള കാരണം, ആ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവുന്നതിൻ്റെ കാരണം, ഭൂതങ്ങൾ പുറത്തു പോകുന്നതിൻ്റെ കാരണം ആ യേശു ക്രൂശിൽ കൊടുത്ത വിലയാണ്. പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടിട്ടാണ് പിതാവ് അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം യേശുവിന് ആ ഒരു അധികാരം കൊടുക്കുവാൻ, ആ ഒരു പദവി കൊടുക്കുവാനുള്ള കാരണം യേശു ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പലപ്പോഴും ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മൾ അനുസരിക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകുന്നത്, ഇത് ഞങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലാണോ? അല്ല, ന്യായപ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ കൃപയ്ക്ക് കീഴിലാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ വായിക്കുകയും നമ്മൾ അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് നടക്കേണ്ടതാണെന്നുള്ളതും നമുക്ക് തിരിച്ചറിവും ബോധ്യവും ഉണ്ടാകുമ്പോൾ നമ്മൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ കൃപയെ അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഉപദേശപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം നടത്തുവാൻ എനിക്ക് കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുന്നത്. യേശു, എനിക്ക് ഇത്രയും കഴിയുന്നുള്ളൂ. ആ ഏറ്റുപറച്ചിൽ, ആ മാനസാന്തരവും നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുമ്പോൾ പിതാവ് അത് നീതിയായി കണക്കിടും. പിതാവ് അത് നീതിയായി കണക്കിട്ട് കഴിഞ്ഞാൽ ക്രിസ്തു യേശു മുഖാന്തരം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ യോഗ്യരായിത്തീരുക.
അപ്പം എന്തിനാണ് ദൈവരാജ്യത്തിൻ്റെ ഈ വ്യവസ്ഥകളെ നമ്മൾ അറിയുന്നത്? ദൈവരാജ്യത്തിലായിരിക്കുന്ന ഞാൻ ഈ വ്യവസ്ഥകൾ അനുസരിക്കേണ്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. പക്ഷെ അതനുസരിക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് ഇന്നും ക്രിസ്തുവിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ വ്യവസ്ഥകളെ അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് ഒരു മധ്യസ്ഥനെ ആവശ്യമുണ്ട് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ. അതിനിന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു ഇരിപ്പുണ്ട്. ആ യേശുവിൻ്റെ സന്നിധിയിൽ ഓടിച്ചെല്ലുവാൻ, ആ കൃപാസിംഹാസനത്തിലേക്ക് ഓടിച്ചെന്നു ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും നിരപ്പ് പ്രാപിക്കുവാനും പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നമ്മൾക്ക് അവകാശമായി പ്രാപിക്കുവാനും നമ്മളെ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ ഉപദേശമാണ്. അത് തികവുള്ളവരാകുന്നു എന്നുള്ളതല്ല, ഞാൻ ഈ നിലവാരത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലൂടെ. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ ഗിരിപ്രഭാഷണം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ വെളിപ്പാട് മനസ്സിലാകും. ഇപ്പം ഇവിടെ ഇന്ന് നമുക്ക് നൽകിയ വചന ചിന്തകൾ, നമ്മൾ വായിച്ച വചനത്തിലൂടെ നമുക്ക് ദൈവാത്മാവ് നൽകിയ ചിന്തകൾ എന്തെന്ന ദൈവത്തെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറ്റവും മാതൃക നമുക്ക് കാണിച്ചു തന്നത് യേശുവിൻ്റെ ഈ അനുസരണമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ക്രിസ്തു യേശുവിലുള്ള ഈ ഭാവം നമ്മളിൽ ഉണ്ടാകണം. എന്താണ് ആ ഭാവം? പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു. ഈ ഒരു ഭാവം നമുക്കുണ്ടാകണം. അതിനായിട്ട് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. അങ്ങയുടെ പുത്രനായ യേശു പിതാവെ അങ്ങയെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു, അതുപോലെ അനുസരിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പക്ഷേ യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. അതേ യേശുവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും കടന്നു വരും. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. അങ്ങ് പിതാവിനെ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചതുപോലെ ഞങ്ങൾക്കും അനുസരണയുള്ളൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അതിനായി പ്രാപ്തനാക്കണം, ശക്തീകരിക്കണം. അതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവേ, പുത്രൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അതിനായിട്ട് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പിതാവേ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി ഞാൻ പഴയ നിയമത്തിൽ നിന്നും ഒരു ദൈവത്തെ അനുസരിക്കാതെ പോയത് കൊണ്ടിട്ട് സംഭവിച്ച ഒരു രാജസ്ഥാനം നഷ്ടപ്പെട്ട ശൗലിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും കേട്ട വചനത്താൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.